ഇപ്പോൾ ഡെങ്കിപ്പനി വരുന്ന ആളുകൾക്ക് പ്രധാനമായിട്ടുള്ളത് പ്ലേറ്റ്ലെറ്റ് കുറയുക എന്നുള്ളതാണ്. അപ്പം അവിടെ എന്താ ആവശ്യം എന്ന് വെച്ചാൽ നമ്മൾ പ്ലേറ്റ്ലെറ്റ് മാത്രം കൊടുത്താൽ മതി. മജ്ജയിൽ നിന്നുള്ള ഈ മൂലകോശങ്ങളെ സ്റ്റെം സെൽസിന് നമ്മൾ പുറത്ത് ചാടിക്കുകയാണ്. പെരിഫറൽ ബ്ലഡിലേക്ക് എത്തിച്ച് നമ്മൾ ഈ പറഞ്ഞ എഫറസിസ് എന്ന് പറഞ്ഞ ടെക്നിക്ക് വഴി നമ്മൾ എടുക്കുകയാണ്. ഇങ്ങോട്ട് അരിച്ചെടുക്കുകയാണ്. സ്റ്റെം സെൽസ് മാത്രം ഇങ്ങോട്ട് അരിച്ചെടുക്കും. അപ്പോൾ ഈ എഫറസിസ് എന്ന് പറഞ്ഞ ടെക്നിക്കിന് വഴി നമുക്ക് ഈ പറഞ്ഞ എല്ലാം ചെയ്യാം. RBC, പ്ലേറ്റ്ലെറ്റ്, പ്ലാസ്മ, ഗ്രാനുലോസൈറ്റ്, സ്റ്റെം സെല്ല്. ഈ രക്തത്തിന് പകരമായി മറ്റൊരു വസ്തു ഇതുവരെ ശാസ്ത്രലോകം കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ്. കാരണം ആർട്ടിഫിഷ്യലി നമുക്ക് ബ്ലഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം ആർക്കൊക്കെ ബ്ലഡ് ആവശ്യമായി വരുന്നുണ്ടോ അവർക്കൊക്കെ ഈ മറ്റൊരാളിൽ നിന്ന് എടുത്തിട്ടുള്ള രക്തം നമ്മൾ റീപ്ലേസ് ചെയ്യണം. അപ്പോൾ എനിക്കൊരു യൂണിറ്റ് ബ്ലഡ് ആവശ്യമായി വരുന്നുണ്ടെങ്കിൽ എനിക്ക് വേറൊരാളുടെ കയ്യിൽ നിന്ന് എടുത്തിട്ടുള്ള അല്ലെങ്കിൽ ഡൊണേറ്റ് ചെയ്തിട്ടുള്ള ഒരു ബ്ലഡ് മാത്രമേ എനിക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ആർട്ടിഫിഷ്യലി നമുക്ക് എവിടെയും ഒരു ലാബിലോ അല്ലെങ്കിൽ ഒരു മാനുഫാക്ചർ ചെയ്തെടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ രക്തദാനം മഹാദാനം എന്ന് ഇപ്പോഴും അത് റെലവൻ്റായി നിൽക്കുന്നത്. നമുക്ക് രക്തം ആർക്കൊക്കെയാണ് ആവശ്യമായി വരുന്നത് ഇനി നമുക്ക് നോക്കാം. ഒരു വൈഡ് റേഞ്ച് ഓഫ് ഗ്രൂപ്പ് ഓഫ് പേഷ്യൻസിന് നമുക്ക് ഈ രക്തം ആവശ്യമായിട്ട് വരുന്നുണ്ട്. പ്രധാനമായിട്ടും ക്യാൻസർ രോഗികൾക്ക് ബ്ലഡ് ക്യാൻസർ രോഗികൾക്ക് ഒന്നാമതായിട്ട് വരും. കാരണം അവരുടെ എല്ലാ തരത്തിലുള്ള ഹീമോഗ്ലോബിൻ, WBC, പ്ലേറ്റ്ലെറ്റ് എല്ലാം അളവ് ക്രമാതീതമായി കുറയും. അപ്പോൾ അവർക്ക് നമ്മൾ രക്തം കൊടുക്കേണ്ടതായിട്ട് വരും. അതുകൂടാതെ ഈ കീമോ എടുക്കുന്ന രോഗികൾ, ഇപ്പോൾ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായി പലരും കീമോതെറാപ്പി എടുക്കും. അപ്പോൾ കീമോതെറാപ്പി എടുക്കുന്ന രോഗികൾക്ക് നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് രക്തം കൊടുക്കേണ്ടതായിട്ട് വരും. പിന്നെ ആക്സിഡൻറ്റ് പറ്റി രക്തം വാർന്നൊലിച്ച് ബ്ലഡ് ലോസ് സംഭവിക്കുന്ന രോഗികൾക്ക് നമ്മൾ ബ്ലഡ് റീപ്ലേസ്മെൻറ്റ് കൊടുക്കേണ്ടതായിട്ട് വരും. ഹീമോഫീലിയ, പ്ലേറ്റ്ലെറ്റ് ഡിസോർഡേഴ്സ്, ഇങ്ങനെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾ. ഇനി എങ്ങനെയൊക്കെയാണ് ബ്ലഡ് ഡൊണേഷൻ, പലതരത്തിലുള്ള ബ്ലഡ് ഡൊണേഷൻ എന്തൊക്കെയാണെന്നുള്ളതാണ്. പണ്ട് നമ്മൾ ചെയ്തിരുന്നത് ഒരു ഒരു രക്തബാങ്കിൽ അല്ലെങ്കിൽ ബ്ലഡ് ബാങ്കിൽ വന്ന് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നു. അത് നമ്മളൊരു 450 ml ബ്ലഡായി ഇങ്ങോട്ട് എടുക്കുന്നു, അല്ലെങ്കിൽ 350. ഇപ്പോൾ ഓരോരുത്തരുടെ വെയിറ്റ് അനുസരിച്ചാണ്. ഇപ്പോൾ 45 കിലോ മാത്രം വെയിറ്റ് ഉള്ള ഒരാൾക്ക് 350 ml ആയിരിക്കും നമ്മൾ ആ പുള്ളിയുടെ നിന്ന് എടുക്കുന്നത്. അതേസമയം 55 കിലോഗ്രാമിൽ കൂടുതലുണ്ടെങ്കിൽ നമ്മൾ ആളുടെ ശരീരത്തിൽ നിന്ന് നമ്മൾ 450 ml എടുക്കും. അപ്പോൾ ഈ എടുക്കുന്ന ബ്ലഡ് നമുക്ക് 2 തരത്തിൽ പ്രോസസ്സ് ചെയ്യാം. ഒന്ന്, ഈ എടുക്കുന്നത് ഹോൾ ബ്ലഡ് ആക്കി, നമ്മൾ എടുക്കുന്നത് ഹോൾ ബ്ലഡാണ്. അതായത് ഹോൾ ബ്ലഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ പ്ലാസ്മയുണ്ട്, പ്ലേറ്റ്ലെറ്റ് ഉണ്ട്, RBC ഉണ്ട്, മറ്റെല്ലാ ഘടകങ്ങളും ഉണ്ട്. ഇതെല്ലാം നമുക്ക് അത്തരത്തിൽ തന്നെ സൂക്ഷിച്ച് വെക്കാം. ഇപ്പോൾ ഒരു 42 അല്ലെങ്കിൽ ഒരു 35 ഡേയ്സ് ഡിപ്പെൻഡിങ് അപ്പോൾ നമ്മൾ എന്ത് ആൻറ്റി കൊയാഗുലൻ്റ് ആണ്. ഇപ്പോൾ രക്തം കട്ട പിടിക്കും, നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ രക്തം കട്ട പിടിക്കും. അപ്പോൾ നമ്മൾ രക്തം കട്ട പിടിക്കാതിരിക്കാനായിട്ട് ഒരു ആൻറ്റി കൊയാഗുലൻ്റ് എന്ന് പറഞ്ഞൊരു സാധനം ഉപയോഗിക്കും. ഇത് ഉപയോഗിക്കുന്നതിനനുസരിച്ച് ഏതാണോ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ച് ഇതിൻ്റെ സ്റ്റോറേജ് പീരീഡ് മാറും. ഇപ്പോൾ ചിലത് 35 ഡേയ്സിലേക്കായിരിക്കും സ്റ്റോർ ചെയ്യുക, ചിലത് 42 ഡേയ്സിലേക്കായിരിക്കും സ്റ്റോർ ചെയ്യുക. അപ്പോൾ ഈ ഹോൾ ബ്ലഡ് നമ്മൾ എടുക്കുന്നത് ഒന്നെങ്കിൽ നമുക്ക് അത് ഹോൾ ബ്ലഡായി തന്നെ നമുക്ക് ഈ പറഞ്ഞ കാലയളവിലേക്ക് സൂക്ഷിച്ച് വെക്കാം. പക്ഷെ അത് പഴയ രീതിയാണ്. ഇപ്പോൾ നമ്മൾ ഫോളോ ചെയ്ത് വരുന്ന ഒരു കോമ്പണൻറ്റ് സെപ്പറേഷൻ, അല്ലെങ്കിൽ ഒരു ഘടകങ്ങൾ, ഈ എടുക്കുന്ന രക്തം നമ്മൾ വിവിധ ഘടകങ്ങളാക്കി വേർതിരിക്കും. ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ റെഡ് ബ്ലഡ് സെൽസ്, നമ്മുടെ ചുവന്ന രക്താണുക്കൾ. രണ്ടാമതായിട്ട് പ്ലേറ്റ്ലെറ്റ്, നമ്മുടെ ക്ലോട്ടിങ്ങിനൊക്കെ ആയിട്ട് ആവശ്യമുള്ള പ്ലേറ്റ്ലെറ്റ്. മൂന്നാമതായിട്ട് FFP അല്ലെങ്കിൽ ക്രയോ, നമ്മൾ ഈ FFP എന്ന് പറഞ്ഞാൽ ഫ്രഷ് ഫ്രോസൺ പ്ലാസ്മ. നമ്മുടെ പ്ലാസ്മ എടുത്തിട്ട് നമ്മളതിന് -80°C നമ്മൾ ഫ്രോസൺ ആക്കും. അപ്പോൾ അതിന് നമുക്ക് പിന്നീട് ക്രയോ പ്രിസിപ്പിറ്റേറ്റ് ഒക്കെ ആക്കി മാറ്റാം. ഈ എല്ലാ ഘടകങ്ങൾക്കും അവരവരുടേതായിട്ടുള്ള ആവശ്യങ്ങളുണ്ട്. അപ്പോൾ പണ്ട് നമ്മൾ കൊടുത്തിരുന്നത് ഒരാൾക്ക് രക്തം ആവശ്യമായി വരുന്നു, ഹോൾ ബ്ലഡ് എടുത്ത് കൊടുക്കുന്നു. ഇപ്പോൾ അങ്ങനെയല്ല, നമ്മൾ കോമ്പണൻസ് ആണ് കൊടുക്കുന്നത്. നമ്മൾ പലയിടത്തും പറഞ്ഞു കേട്ടിട്ടുണ്ട് പേഴ്സണലൈസ്ഡ് മെഡിസിൻ എന്നൊക്കെ പറയുന്നത്. അപ്പം ഈ ബ്ലഡിൻ്റെ കാര്യത്തിൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു ഉദാഹരണത്തിലേക്ക് എത്തിക്കാം. പേഴ്സണലൈസ്ഡ് ആയിട്ടാണ്. ഒരാൾക്ക് ഹീമോഗ്ലോബിൻ്റെ അളവ് കുറവാണ്, രക്തത്തിൻ്റെ അളവ് കുറവാണ്, HB 6.1 ആണെന്ന് പറഞ്ഞാൽ നമ്മൾ അതിൽ, പക്ഷേ ബാക്കിയെല്ലാം നോർമലാണ്, ആളുടെ വേറെ ബ്ലീഡിങ് പ്രശ്നങ്ങളോ പ്ലേറ്റ്ലെറ്റിന് കുറവൊന്നുമില്ല എങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പാക്ഡ് റെഡ് ബ്ലഡ് സെൽസ്, PRBC, നമ്മൾ ഈ കോമ്പണൻ്റ് ആക്കി ഘടകങ്ങളാക്കി വേർതിരിച്ചിട്ടുള്ള ഈ PRBC മാത്രം കൊടുത്താൽ മതിയാകും. അതേസമയം വേറൊരു പേഷ്യൻറ്റിന് പ്ലേറ്റ്ലെറ്റ് ആണ് കുറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഡെങ്കിപ്പനി, ഇപ്പോൾ നമുക്ക് ജൂൺ ജൂലൈ കാലഘട്ടത്തിലൊക്കെ മഴക്കാലം വരുന്നു, കൊതുക് പരക്കുന്നു, ഡെങ്കിപ്പനി വരുന്നു. ഇപ്പോൾ ഡെങ്കിപ്പനി വരുന്ന ആളുകൾക്ക് പ്രധാനമായിട്ടുള്ളത് പ്ലേറ്റ്ലെറ്റ് കുറയുക എന്നുള്ളതാണ്. അപ്പം അവിടെ എന്താ ആവശ്യം എന്ന് വെച്ചാൽ നമ്മൾ പ്ലേറ്റ്ലെറ്റ് മാത്രം കൊടുത്താൽ മതി. ഈ ഓരോ ട്രാൻസ്ഫ്യൂഷനും അതിൻ്റേതായിട്ടുള്ള റിസ്ക് ഉണ്ട്. കാരണം നമ്മൾ നമ്മുടേതല്ലാത്ത ഒരാളുടെ രക്തമാണ് നമ്മുടെ ശരീരത്തിലേക്ക് കയറ്റുന്നത്. അപ്പോൾ ഓരോ തുള്ളി രക്തവും അതിൻ്റേതായിട്ടുള്ള റിസ്ക് എലമെൻറ്റുകളുണ്ട്. അപ്പം എപ്പോഴും പറയാറുണ്ട്, ദ ബെസ്റ്റ് ട്രാൻസ്ഫ്യൂഷൻ ഈസ് ദ വൺ വിച്ച് ഇസ് നോട്ട് ഡൺ. അതായത് ഏറ്റവും നല്ല ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ചെയ്യാത്തൊരു ട്രാൻസ്ഫ്യൂഷനാണെന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊന്നും നമ്മുടേതല്ല. നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടാണ് ഇതൊക്കെ കയറ്റുന്നത്. ക്രോസ് മാച്ചിങ്, ഗ്രൂപ്പിങ് പോലുള്ള എല്ലാ ഇമ്മ്യൂണോ ഹെമറ്റോളജിക്കൽ ടെസ്റ്റിങ്ങും ചെയ്ത് ഓക്കെ ആണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് നമ്മളിതൊക്കെ കയറ്റുന്നത്. എന്ന് പറഞ്ഞാലും നമുക്ക് അതിൻ്റേതായിട്ടുള്ള കുറേ റിസ്കുകളുണ്ട്. ഇപ്പോൾ ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസ്,
പനി, അലർജിക് റിയാക്ഷൻസ് പോലുള്ള പല ട്രാൻസ്മിഷൻ റിയാക്ഷനുകളുണ്ട്. ഇതൊക്കെ സംഭവിക്കാനുള്ള റിസ്കുകളുണ്ട്. നമ്മൾ ഈ പറഞ്ഞ ടെസ്റ്റുകളൊക്കെ ചെയ്ത് ഉറപ്പ് വരുത്തി എന്ന് പറഞ്ഞാലും ഈ പറഞ്ഞ റിസ്ക് എലമെൻറ്റുകളുണ്ട്. അപ്പം നമ്മളിപ്പോൾ ഒരു പ്ലേറ്റ്ലെറ്റ് ആവശ്യമായി വരുന്ന ഒരാൾക്ക് നമ്മൾ പ്ലേറ്റ്ലെറ്റ് മാത്രമേ കൊടുത്തുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലാസ്മയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പം ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ പ്ലേറ്റ്ലെറ്റ് മാത്രം കൊടുത്താൽ മതിയാവും. അതുപോലെ നമ്മളൊരു പേഷ്യൻ്റ് സർജറിക്ക് വിധേയനാകാൻ പോകുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു സർജറിക്ക് മുന്നായിട്ടുള്ള അനാലിസിസിൽ നമ്മൾ കണ്ടെത്തിയ ആളുടെ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സിൻ്റെ അളവ് കുറവാണ്. APTT അല്ലെങ്കിൽ PT ടെസ്റ്റ് ചെയ്തപ്പോൾ നമ്മൾ ഇത് പ്രൊലോങ്ഡ് ആണ്. അതിനർത്ഥം ആളുടെ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് കുറവാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പേഷ്യൻറ്റിന് നമ്മൾ സർജറിക്ക് എടുത്താൽ ബ്ലീഡിങ് റിസ്ക് കൂടുതലായിരിക്കും. അപ്പോൾ എന്ത് വേണം, നമ്മൾ ഈ പേഷ്യൻറ്റിന് പ്ലാസ്മ കൊടുക്കണം. അപ്പോൾ ആ പേഷ്യൻറ്റിന് പ്ലാസ്മ മാത്രം കൊടുത്താൽ മതി. കാരണം ആളുടെ ഹിമോഗ്ലോബിനും പ്ലേറ്റ്ലെറ്റ് ഒക്കെ നോർമലാണ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ കോമ്പണൻറ്റ് തെറാപ്പി അല്ലെങ്കിൽ കോമ്പണൻറ്റ് സെപ്പറേഷൻ വഴി നമ്മൾ ചെയ്യുന്ന ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി മൂന്നാമതൊരു മെത്തേഡ് ഉണ്ട്. അതാണ് ഇപ്പോൾ ഏറ്റവും അതിനൂതനമായി നിൽക്കുന്ന ഒരു ടെക്നിക്ക്. അതായത് നമ്മൾ പറയുന്നത് എഫറസിസ് എന്നാണ്. എഫറസിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒരു ഘടകം എന്താണോ നമുക്ക് ആവശ്യമായുള്ളത് അത് മാത്രം വേർതിരിച്ചെടുത്തിട്ട് ബാക്കിയെല്ലാം ആളുടെ ആ ഡോണറിൻ്റെ അല്ലെങ്കിൽ രക്തദാതാവിൻ്റെ ശരീരത്തിലേക്ക് തിരിച്ച് നമ്മൾ നിക്ഷേപിക്കുന്നു. ഒരു ഉദാഹരണത്തിന് ക്യാൻസർ പേഷ്യൻ്റ് കീമോ എടുക്കുന്നു, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്നു, പ്ലേറ്റ്ലെറ്റ് വളരെയധികം താഴുന്നു. ആ പേഷ്യൻറ്റിന് നമ്മൾ 4, 5, 6, 8 പ്ലേറ്റ്ലെറ്റ് കൊടുക്കേണ്ടി വരും. സാധാ നോർമലി നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്ത് ഉണ്ടാക്കുന്ന നേരത്തെ പറഞ്ഞ ഘടകങ്ങളാക്കി വേർതിരിച്ചിട്ടുള്ള പ്ലേറ്റ്ലെറ്റ് ഒരു 8, 10, ചിലപ്പോൾ ചിലവർക്ക് നമ്മൾ 20 എണ്ണം വരെ കൊടുക്കാറുണ്ട്. എന്നാലേ നമ്മുടെ പ്ലേറ്റ്ലെറ്റ് കൗണ്ടൊക്കെ ഇൻക്രിമെൻറ്റ് വരുള്ളൂ. ഇപ്പം 6000, 5000 ഉള്ള ഒരാൾക്ക് 50,000 പ്ലേറ്റ്ലെറ്റ് ആക്കണമെങ്കിൽ നമ്മൾ 10 യൂണിറ്റ് ഒക്കെ കൊടുക്കേണ്ടി വരും. ഇത് ഭയങ്കര റിസ്ക്കാണ്. കാരണം ഈ നേരത്തെ പറഞ്ഞു നമ്മൾ നമ്മുടേതല്ലാത്ത ഒരു സാധനമാണ് എടുക്കുന്നത്. 10 ആളുടെ ചിലപ്പോൾ ഈ 10 യൂണിറ്റ് എന്ന് പറയുന്നത് 10 ഡിഫറെൻ്റ് ആളുകളുടെ കയ്യിൽ നിന്ന് എടുത്തിട്ടുള്ള പ്ലേറ്റ്ലെറ്റുകളായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് ആ രോഗിക്ക് ഈ ട്രാൻസ്മിഷൻ റിയാക്ഷൻ, ഈ അലർജിക് റിയാക്ഷൻസ് പോലുള്ള റിയാക്ഷൻസ് ഉണ്ടാവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് ഈ പറഞ്ഞ എഫറസിസ് എന്ന് പറഞ്ഞ ടെക്നിക്ക് വഴി എടുത്തിട്ടുള്ള പ്ലേറ്റ്ലെറ്റ് ഉപയോഗിക്കാം. എഫറസിസ് എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാനാണ് ഒരു എഫറസിസ് അല്ലെങ്കിൽ ഒരു പ്ലേറ്റ്ലെറ്റ് എഫറസിസ് വഴി ഡൊണേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാൾ എങ്കിൽ ഞാൻ ഒരു ബ്ലഡ് ബാങ്കിൽ പോകുന്നു, ഒരു എഫറസിസ് എക്യുപ്മെൻറ്റിലേക്ക് എന്നെ കണക്ട് ചെയ്യുന്നു. അതിന് മുന്നേ കുറേ വർക്കപ്പുകൾ നടത്തുന്നു. നമ്മുടെ പ്ലേറ്റ്ലെറ്റ് കൗണ്ടൊക്കെ നോർമൽ ആണോ എന്നൊക്കെ നോക്കും. അപ്പോൾ അതിലേക്ക് കണക്ട് ചെയ്യുന്നു. എന്നിട്ട് എൻ്റെ ശരീരത്തിൽ നിന്ന് ഈ മെഷീൻ ബ്ലഡ് വലിച്ചെടുക്കുന്നു, അത് പ്രോസസ്സ് ചെയ്യുന്നു. ആ മെഷീൻ്റെ ഉള്ളിൽ അത് പ്രോസസ്സ് ചെയ്യുന്നു. പ്ലേറ്റ്ലെറ്റ് മാത്രം ഇങ്ങോട്ട് വേർതിരിച്ചെടുക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ പ്ലേറ്റ്ലെറ്റ് മാത്രം അരിച്ചെടുക്കുകയാണ്. അപ്പം എൻ്റെ ശരീരത്തിൽ നിന്ന് നോർമലി ഒരാൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്താൽ എടുക്കുന്നതിൻ്റെ 6 ഇരട്ടി പ്ലേറ്റ്ലെറ്റ് എൻ്റെ ശരീരത്തിൽ നിന്ന് ആ പ്രോസസ്സ് വഴി, ഈ എഫറസിസ് എന്ന് പറഞ്ഞ പ്രോസസ്സ് വഴി എടുക്കുകയാണ്. അപ്പം ഗുണം എന്താണെന്ന് വെച്ചാൽ ക്വാണ്ടിറ്റേറ്റീവിലും ക്വാളിറ്റേറ്റീവിലും ക്വാണ്ടിറ്റി കൂടുതലാണ്. ഇപ്പം 6 ഡിഫറെൻ്റ് ആളുകളിൽ നിന്ന് എടുക്കുന്നതിൻ്റെ അത്ര അളവിലാണ് എൻ്റെ ഒറ്റൊരാളുടെ നിന്ന് എടുക്കുന്നത്. ക്വാളിറ്റിയും കൂടുതലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു 6 ഡിഫറെൻ്റ് ആളുകളിൽ നിന്ന് എടുക്കുന്നു. ഈ ആളുകൾക്കൊക്കെ പല പല മരുന്നുകൾ കഴിക്കാം. നമ്മൾ ഓവർ ദ കൗണ്ടറൊക്കെ കിട്ടുന്ന ബ്രൂഫൻ എന്ന പെയിൻ കില്ലർ മരുന്നുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം പ്ലേറ്റ്ലെറ്റിൻ്റെ ഫംഗ്ഷനെ ബാധിക്കും. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഞാൻ ഇന്നലെ ഒരു മരുന്ന് കടയിൽ പോയി ബ്രൂഫൻ മേടിച്ച് കഴിച്ചു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മരുന്ന് മേടിച്ച് കഴിച്ചു. ആ മരുന്നിൻ്റെ പ്ലേറ്റ്ലെറ്റിൻ്റെ ക്വാളിറ്റീനെ ആയിരിക്കും ബാധിക്കുന്നത്, അതിൻ്റെ ഫംഗ്ഷനെ ആയിരിക്കും ബാധിക്കുന്നത്. അപ്പം നോക്കുമ്പോൾ എൻ്റെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് നോർമലായിരിക്കും, പക്ഷേ അത് വർക്ക് ചെയ്യാത്ത പ്ലേറ്റ്ലെറ്റുകളായിരിക്കും. അപ്പോൾ അത്തരത്തിലെടുക്കുന്ന പ്ലേറ്റ്ലെറ്റ് കൊണ്ട് 10 പൈസയ്ക്ക് ഉപകാരമില്ല. അപ്പം ഈ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും നമുക്ക് ഈ എഫറസിസ് എന്ന് പറഞ്ഞ മെത്തേഡ് വഴി നമുക്ക് കൂട്ടാൻ സാധിക്കും. ഇതാണിപ്പോൾ അങ്ങനെ 3 മെത്തേഡ്. അപ്പോൾ ഹോൾ ബ്ലഡ് കളക്ഷൻ ഉണ്ട്, കോമ്പണൻറ്റ് സെപ്പറേഷൻ ഉണ്ട്, എഫറസിസ് ഉണ്ട്. ഈ എഫറസിസ് ഇപ്പോൾ ഞാൻ പറഞ്ഞ പ്ലേറ്റ്ലെറ്റ് ഇത്തരത്തിൽ നമുക്ക് എല്ലാം കളക്ട് ചെയ്യാം. അപ്പം മേൽ പറഞ്ഞ പ്ലാസ്മ കളക്ട് ചെയ്യാം, റെഡ് ബ്ലഡ് സെൽസ് ചുവന്ന രക്താണുകൾ കളക്ട് ചെയ്യാം, ഗ്രാനുലോസൈറ്റ്സ് എന്ന് പറഞ്ഞ വേറൊരു ഘടകമുണ്ട്. ഘടകം എന്ന് വെച്ചാൽ അത് നമ്മുടെ ന്യൂട്രോഫിൽ മറ്റൊരാൾക്ക് രോഗപ്രതിരോധ ശേഷി കൂട്ടാനായിട്ട്, രോഗപ്രതിരോധം എന്നല്ല, ഒരു ഇൻഫെക്ഷൻ വരുമ്പോൾ നമ്മുടെ ശരീരം ഫൈറ്റ് ചെയ്യുന്നത് ന്യൂട്രോഫിൽസ് ഒക്കെ വെച്ചിട്ടാണ്, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഒക്കെ വരുമ്പോൾ. അപ്പോൾ അത്തരത്തിലുള്ള അത് കുറവുള്ള ആളുകൾക്ക് നമുക്ക് ഗ്രാനുലോസൈറ്റ് എടുത്ത് കൊടുക്കാം. അപ്പോൾ അതിന് ഗ്രാനുലോസൈറ്റ് എഫറസിസ് എന്ന് പറയും. പിന്നെ സ്റ്റെം സെൽ, മൂലകോശം, നമ്മൾ മജ്ജ മാറ്റി വയ്ക്കൽ ശസ്ത്രക്രിയ എന്നൊക്കെ പണ്ട് പറഞ്ഞിരുന്നു. ഇപ്പോൾ അത് മജ്ജ മാറ്റി വയ്ക്കലല്ല, ശരിക്കും നമ്മളത് മൂലകോശം സ്റ്റെം സെൽസ് ആണ് നമ്മൾ എടുക്കുന്നത്. ഈ സ്റ്റെം സെൽസ് നമ്മൾ ഈ പറഞ്ഞ എഫറസിസ് എന്ന് പറഞ്ഞ ടെക്നിക്ക് വഴിയാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഒരാളുടെ ശരീരത്തിൽ ഒരു ശതമാനത്തിൽ താഴെയാണ് പെരിഫറൽ ബ്ലഡിൽ സ്റ്റെം സെൽ ഉണ്ടാവുക. അത് നമ്മൾ ഈ സ്റ്റെം സെൽ പ്രൊസീജിയർ അല്ലെങ്കിൽ ബോൺ മാരോയ്ക്ക് മുന്നായിട്ട് നമ്മളൊരു മരുന്ന് കൊടുത്ത്, ഞാൻ പറയുന്നത് വളരെ സിംപ്ലിഫൈഡ് ആയിട്ട് പറയുന്നത്, ഒരു 5 ദിവസം നമ്മൾ GCSF എന്ന് പറഞ്ഞ മരുന്നൊക്കെ കൊടുത്ത് ആളുടെ ശരീരത്തിൽ മജ്ജയിൽ നിന്നുള്ള ഈ മൂലകോശങ്ങളെ സ്റ്റെം സെൽസിന് നമ്മൾ പുറത്ത് ചാടിക്കുകയാണ്, പെരിഫറൽ ബ്ലഡിലേക്ക് എത്തിച്ച് നമ്മൾ ഈ പറഞ്ഞ എഫറസിസ് എന്ന് പറഞ്ഞ ടെക്നിക്ക് വഴി നമ്മൾ എടുക്കുകയാണ്, ഇങ്ങോട്ട് അരിച്ചെടുക്കുകയാണ്. സ്റ്റെം സെൽസ് മാത്രം ഇങ്ങോട്ട് അരിച്ചെടുക്കും. അപ്പോൾ ഈ എഫറസിസ് എന്ന് പറഞ്ഞ ടെക്നിക്കിന് വഴി നമുക്ക് ഈ പറഞ്ഞ എല്ലാം ചെയ്യാം. RBC, പ്ലേറ്റ്ലെറ്റ്, പ്ലാസ്മ, ഗ്രാനുലോസൈറ്റ്, സ്റ്റെം സെല്ല്, ലിംഫോസൈറ്റ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു മെത്തേഡാണ് CAR T സെൽ തെറാപ്പി എന്ന് പറയുന്നത്.
കാർ ടി എന്ന് പറഞ്ഞാൽ കൈമറിക് ആൻറ്റിജൻ റിസപ്റ്റർ ടി സെൽ. ഇപ്പോൾ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ മൾട്ടിപ്പിൾ റിലാപ്സുകൾ വന്നിട്ടുള്ള ലുക്കീമിയക്കൊക്കെ ഇപ്പോൾ കാർ ടി ആണ് ചെയ്യുന്നത്. കാർ ടി ട്രീറ്റ്മെൻ്റ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കാർ ടിയുടെ ലിംഫോസൈറ്റും, അത് ആക്ച്വലി ഒരു ലിംഫോസൈറ്റിനെ എടുത്തിട്ട് നമ്മളതിനെ കുറച്ച് ജനറ്റിക് മോഡിഫിക്കേഷനൊക്കെ ചെയ്യുന്നതാണ്. ഈ പറഞ്ഞ ജനറ്റിക് മോഡിഫിക്കേഷന് വേണ്ട നമ്മുടെ മെറ്റീരിയൽ ഈ ലിംഫോസൈറ്റ് നമ്മൾ എടുക്കുന്നത് ഈ പറഞ്ഞ എഫറസിസ് എന്ന് പറഞ്ഞ ടെക്നിക്ക് വഴിയാണ്.